ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിയുടെ പ്രത്യേകത, നമ്മുടെ ഹൃദയത്തിന് ചില പ്രത്യേകതകളുണ്ട്, ചില പ്രത്യേകതകൾ. അതിലേറ്റവും വലിയ പ്രത്യേകതയാണ് പ്രഭാഷകൻ്റെ പുസ്തകം 15:11 വായിച്ചു. ഇത് ഓരോ ലൈൻസും നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിടേണ്ടതാണ്. തങ്കലിപികളാൽ എഴുതണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, എഴുതിയിടേണ്ട കാര്യങ്ങളാണ്. വായിച്ചു. എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. ബൈബിൾ എടുത്തിട്ട് ആ വചനം ഒന്ന് വായിച്ചേ. എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. അപ്പോൾ ഈ ധ്യാനത്തിന് വന്നിരിക്കുന്ന നമ്മളെല്ലാം തിരിച്ചറിയണം, ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട സത്യം, നാളെ ദൈവസന്നിധിയിൽ ദൈവം കണക്ക് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയായി തീരാൻ കാരണം എനിക്കതിന് പ്രതിയായിട്ട് ആരെയും വെക്കാനുണ്ടാവില്ല. എൻ്റെ അപ്പനെയോ എൻ്റെ അമ്മയോ എൻ്റെ ഭർത്താവിനെയോ എൻ്റെ സാഹചര്യങ്ങളെയോ എൻ്റെ കൂട്ടുകാരെയോ എൻ്റെ ചുറ്റുപാടുകളെയോ ജീവിതത്തിലൊന്നിനെയും നിനക്ക് സാക്ഷ്യം പറയാനുണ്ടാവില്ല. നീ കള്ളു കുടിച്ചതിൻ്റെ ഉത്തരവാദി നീയായിരിക്കും, നീ വ്യഭിചരിച്ചതിൻ്റെ ഉത്തരവാദി നീയായിരിക്കും, നീ പാപം ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം നിനക്കായിരിക്കും, നീ ഈ ഭൂമിയിൽ കാണിച്ച മുഴുവൻ മ്ലേച്ഛതയുടെ ഉത്തരവാദിത്വം അത് നിനക്കായിരിക്കും. ദൈവം ഒരു മനുഷ്യനെയും എന്ത് ചെയ്തിട്ടില്ല, പാപത്തിൽ ജീവിക്കാൻ സൃഷ്ടിച്ചിട്ടില്ല, അവിടുന്ന് അത് ആഗ്രഹിക്കുന്നുമില്ല. താട്ട് വായിച്ചേ. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. ദൈവം വെറുക്കുന്ന പ്രവൃത്തി ദൈവം ഒരിക്കലും ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ഇവിടെയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് പിശാച് കയറ്റിയിട്ടിരിക്കുന്ന ചില ചിന്തകൾ കിടക്കുന്നത്. ഒന്നാമത്തെ ചിന്ത ഇതാണ്, ദൈവത്തിനറിയാം ഞാൻ ഇങ്ങനെയാകുമെന്ന്, ഞാൻ ഓടെ കിടക്കുമെന്നും, ഞാൻ തെറി പറയുമെന്നും, ഞാൻ ഇങ്ങനെയാകുമെന്നും, ഞാൻ ഇങ്ങനെ വ്യഭിചരിച്ചു പോകുമെന്നും, പാപം ചെയ്യുമെന്നും ദൈവത്തിനറിയാം. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ പാപത്തിൻ്റെ ഒരു കള്ളത്തരമാണത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് എല്ലാ പാപത്തിനും ദൈവം കണ്ണടച്ച് നമുക്ക് അനുവാദം തന്നു എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ തലയിൽ പിശാച് കയറ്റിയിട്ടിരിക്കുന്ന തെറ്റായ ഒരു ചിന്തയാണ്. നിൻ്റെ ഉത്തരവാദിത്വമാണ് പാപത്തിൽ വീഴാതിരിക്കുക എന്നുള്ളത്. താട്ട് വായിച്ചി. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത്. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചതെന്ന് പറയരുത്. അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല. ഒരു കാര്യം തിരിച്ചറിയുക, നമ്മുടെ പാപം കൊണ്ട് ദൈവത്തിന് ഒരു മേന്മയില്ല. ഞാൻ കള്ളു കുടിച്ചതുകൊണ്ടോ, ഞാൻ പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടോ, ഞാൻ പാപം ചെയ്തുകൊണ്ടോ, ഞാൻ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അത് ദൈവത്തിന് അതും കൊണ്ട് പ്രത്യേകിച്ച് ക്രെഡിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിയുടെ ഒരു പ്രത്യേക വാക്ക് താഴെ പറയുന്നുണ്ട്. വായിച്ചേ. അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു. അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. അടുത്ത വചനം. അവന് സ്വാതന്ത്ര്യവും നൽകി. അവൻ എന്താ നൽകി? ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ റിമോട്ടായിട്ടല്ല, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി എന്ന് നമ്മൾ പറഞ്ഞാൽ, ഇതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഇനി മുതൽ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. ദാസൻ്റെ ഉത്തരവാദിത്വം യജമാനൻ്റെ ഇഷ്ടം ചെയ്യലാണ്. ഞാൻ നിങ്ങളെന്താ വിളിക്കുന്നത്? സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. സ്നേഹിതൻ്റെ ഉത്തരവാദിത്വം എന്താ? സ്നേഹിതൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? കൂടെ ഇരിക്കുന്നവൻ, ഷെയർ ചെയ്യുന്നവൻ, പ്രൊട്ടക്റ്റ് ചെയ്യുന്നവൻ. നിയമങ്ങൾക്ക് ബന്ധമുള്ളവനല്ല സ്നേഹിതൻ. മക്കൾ നിയമത്തിൽപ്പെട്ടതാ, സഹോദരൻ നിയമത്തിൽപ്പെട്ടതാണ്, സഹോദരി നിയമത്തിൽപ്പെട്ടതാണ്, അപ്പൻ നിയമത്തിൽപ്പെട്ടതാണ്. സ്നേഹിതനോ നിയമത്തിൽപ്പെട്ടതല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ സ്നേഹിതനായി കണക്കാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്കിതാ നിയമങ്ങൾ കൊണ്ടുള്ള ബന്ധമല്ല ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം പറയുന്നു, നാളെ നീ ചെയ്ത് കൂട്ടിയിരിക്കുന്ന പാപത്തിൻ്റെ പരിണിത ഫലത്തിന് നീ എൻ്റെ തലയിലേക്ക് കയറാൻ വരണ്ട. കള്ളുഷാപ്പ് സ്ഥാപിച്ചതുകൊണ്ടാണല്ലോ കർത്താവേ ഞാൻ കള്ളുകുടിച്ചത് നീ പറയണ്ട. അവൻ ഇങ്ങോട്ട് പ്രേമിക്കാൻ വന്നുകൊണ്ടാണ് ഞാൻ പ്രേമിച്ചത് നീ പറയാൻ നിൽക്കണ്ട. മരുമകൾ ചൂലെടുത്തുകൊണ്ടാണ് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചത് നീ നാളെ പറയണ്ട. ഭർത്താവ് വഴിച്ചു പോയതുകൊണ്ടാണ് എൻ്റെ മക്കൾ ഇങ്ങനെയായത് നീ പറയണ്ട. പാപത്തിൻ്റെ ഉത്തരവാദിത്വം നീ മറ്റുള്ളവരുടെ തലയിലേക്കും ദൈവത്തിൻ്റെ തലയിലേക്കും കെട്ടിവെക്കാൻ വരണ്ട. കാരണം ഇഷ്ടമല്ലാത്തത് ചെയ്യാൻ ദൈവം ആരെയും നിർബന്ധിച്ചിട്ടില്ല, ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളൊക്കെ എവിടുന്നാണ് വരുന്നത്? നമ്മൾ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ചില പ്രത്യേക കാര്യങ്ങൾ ഓർക്കുക. ചിന്തകളുടെ നിയന്ത്രണം, ഹൃദയം കട്ടിയായി പോയത്,
മനസ്സ് മരവിച്ചു പോയത്, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുക. നമ്മുടെ ഹൃദയം നമ്മൾ പാപത്തിലേക്ക് വീണു പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ്? എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ ആരംഭിക്കുന്ന ചിന്തകൾ വഴിയാണ്. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം യേശു പാറാസിറ 37:16 വചനം ഇങ്ങനെയാണ് പറയുന്നത്: ചിന്തയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്: നന്മ, തിന്മ, ജീവൻ, മരണം. നാവാണ് ഇതിൻ്റെ നിയന്താവ്. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെയും പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന ചിന്തയാണ്. ഞാനൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനൊരു തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൃദയം, അതിൻ്റെ വേര് അവിടെയാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, യേശുക്രിസ്തു അന്ത്യവിധിയുടെ സമയത്ത് നമ്മളോട് പറയാൻ പോകുന്ന വചനം ഏതായിരിക്കും എന്നറിയാം? മിക്കവാറും ഏതായിരിക്കും? മർക്കോസ് 7:20 വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ വചനം? ഒന്ന് വായിച്ചു നോക്കിക്കേ. മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ധ്യാനിക്കുക. നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് കുമ്പസാരിച്ച് നടന്ന് നമ്മളിനി കുമ്പസാരം മാറ്റുക. ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഒരുവൻ്റെ ഉള്ളിൽ നിന്നാണ് അവനെ നശിപ്പിക്കുന്ന സാധനം വരുന്നത്. ആദ്യം വരുന്ന സാധനം എന്നാണെന്നറിയാമോ? വായിച്ചി. ദുഷ്ചിന്ത, ദുഷ്ടചിന്ത. അപ്പോൾ ചിന്തകൾ മാറാൻ വേണ്ടി നീ തലയിൽ കിടന്നിട്ടോ തല കുത്തി കിടന്നുകൊണ്ടോ എന്നും ചെയ്തിട്ട് കാര്യമില്ല. നിൻ്റെ ഹൃദയമാണ് നിന്നെ ആദ്യം വിശുദ്ധീകരിക്കണ്ടേ. നിൻ്റെ ഹൃദയം വിശുദ്ധീകരിച്ചാൽ നിൻ്റെ ദുഷ്ടചിന്ത മാറും. ഹൃദയത്തിൻ്റെ അകത്താണ് ഈ സാധനങ്ങളെല്ലാം കിടക്കുന്നത്. ഹൃദയം വിശുദ്ധീകരിക്കുക, ദുഷ്ടചിന്ത മാറും. 1. 2 പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എവിടെയാ? അവനവൻ്റെ ഹൃദയത്തിൽ നിന്ന്. അപ്പം അവനവൻ്റെ ഹൃദയമാണ് കീറേണ്ടത്, അവനവൻ്റെ ഹൃദയമാണ് തുറക്കേണ്ടത്, മറ്റുള്ളവരെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യോളജി, തിയോളജി, സൈക്കോളജി. 3 വാക്കുകൾ അച്ഛൻ പറഞ്ഞു. ഇനി സോഷ്യോളജിയുടെ കണക്ക് പ്രകാരം ഒരു മനുഷ്യൻ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പ് സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ആ സമൂഹത്തിൻ്റെ സ്വാധീനം ഉണ്ടാകൂലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ പാപം ചെയ്താൽ ഉത്തരവാദി ആരാ? സമൂഹം. ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, നല്ല ഒന്നാന്തരം കുടുംബത്തിൽ പറഞ്ഞായിരുന്നു എനിക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു. ഇനി ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച്, യാക്കോബിന് 12 മക്കളുണ്ട്. 12 നല്ല പുലി വീരന്മാരാണ്. സ്വഭാവം തന്നെ നമുക്കറിയാം. മൂത്ത മകനെക്കുറിച്ച് അപ്പം പറഞ്ഞത് ഇങ്ങനെയാണ്: എടാ, ഞാനില്ലാത്ത സമയത്ത് നിൻ്റെ അമ്മയുടെ കൂടെ, അഥവാ എൻ്റെ ഭാര്യയുടെ കൂടെ ശയിച്ചവനെ എന്നാണ് വിളിച്ചത്. മോശക്കാരനാണവൻ? അല്ല. യൂദായി അത്ര മോശക്കാരനൊന്നുമല്ല. മകൻ്റെ ഭാര്യയുടെ കൂടെ ഒന്നിച്ച് കിടന്ന് സന്തതി ജനിപ്പിച്ച ആളാണ് യൂദ. ആരും അത്ര മോശക്കാരൊന്നുമല്ല. അങ്ങനെ ഇവർ ഒന്നിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് അവരുടെ സഹോദരനായ ജോസഫ് അവനെ എതിർത്തത്. ബൈബിൾ ഇങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. എന്താ തോന്നിയത്? അസൂയ തോന്നി. ആ അസൂയ അവരുടെ ഹൃദയത്തിൽ കോപമായി കിടന്നു. ആ കോപം അവനോട് സൗമ്യമായി പെരുമാറാൻ സാധിച്ചില്ല. അപ്പോൾ സൗമ്യത നഷ്ടപ്പെട്ടു, അവരുടെ ഹൃദയത്തിൽ അസൂയ വർദ്ധിച്ചു, കോപം വർദ്ധിച്ചു. അവസാനം അവരെന്ത് ചെയ്തു? ഈ കോപിഷ്ഠന്മാരായ, ഈ അസൂയക്കാരായ ആ സാഹചര്യത്തിൽ വളർന്ന ജോസഫ് പൊട്ടക്കിണറ്റിൽ പോകേണ്ട വന്നു. കുറ്റാരുടെയോ? സമൂഹത്തിൻ്റെയോ വ്യക്തിയുടെയോ? അവിടെ നിന്ന് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? പൊത്തിഫേറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. പൊത്തിഫേറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അടുത്ത പ്രതിസന്ധി. ആ പൊത്തിഫേറിൻ്റെ ഭാര്യയ്ക്ക് ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കൂടെ കിടക്കണം. നമ്മൾ പാപം ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ? പലപ്പോഴും നമ്മൾ പാപം ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ? പ്രഭാഷകൻ്റെ പുസ്തകം 31-ാം അധ്യായം 10-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചേ.
പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ ആരുണ്ട്? അത് ചെയ്യാത്തവനും ആരുണ്ട്? നമ്മളെല്ലാം പാപം ചെയ്യുന്ന ആരെ ചാരിയിട്ട? സാഹചര്യത്തെ ചാരിക്കൊണ്ടാണ് പറയുന്നത്. എൻ്റെ സാഹചര്യം എങ്ങനെയായിപ്പോയി, എൻ്റെ അപ്പൻ എങ്ങനെയായിപ്പോയി, എൻ്റെ അമ്മ എങ്ങനെയായിപ്പോയി, എൻ്റെ വീട്ടുകാരെങ്ങനെയായിപ്പോയി, ഭർത്താവ് എങ്ങനെയായിപ്പോയി, ഞാൻ അതുകൊണ്ട് ഗതികെട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു. ഇങ്ങനെ ചെയ്യാൻ ആരോടും കർത്താവ് കൽപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ചെയ്യാൻ കർത്താവ് ആരോടും പറഞ്ഞിട്ടുമില്ല. കാരണം സാഹചര്യങ്ങൾ ഇത്രയും അനുകൂലമായി. പൊത്തിഫേറിൻ്റെ ഭാര്യയാണ് ജോസഫിനോട് പറയുന്നത്, ഒരു മനുഷ്യനില്ലടാ. എന്ത് ചെയ്തു അവൻ? വസ്ത്രം ഊരി അവൻ എന്ത് ചെയ്തു? ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. സംഭവിച്ച കാര്യം എന്താ? സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. പൊത്തിഫേർ വന്നപ്പോൾ ഭാര്യയുടെ സ്വഭാവം മാറി. ഭാര്യ പറഞ്ഞു, ഇവനാണ് എല്ലാത്തിൻ്റെയും പ്രശ്നക്കാരൻ. ഇനി നമ്മളൊന്ന് തിരിച്ചറിയുക. ഇവിടെയാണ് നമ്മൾ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ, ഹൃദയം നമ്മുടെ വിശുദ്ധമാണെങ്കിൽ ദൈവം ചെയ്യുന്നൊരു കാര്യം. പൊത്തിഫേറിനോട് ആ ഭാര്യ പറഞ്ഞതുകൊണ്ട് വ്യഭിചാരം ചെയ്യാനുള്ള സാഹചര്യത്തിൽ നിന്ന് കർത്താവ് അവനെ തടവറയിലേക്ക് മാറ്റി. നമ്മൾ ഈ കോംപ്രമൈസിന് പോയതുകൊണ്ടാണ് നമ്മളൊക്കെ പാപത്തിൽ കിടന്ന് വട്ടം കറങ്ങി നടക്കാൻ കാരണം. പാപമായി നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ലേ, ആ പാപം ചെയ്യാനുള്ള സാഹചര്യത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കും. ഇതാണ് പാപം ചെയ്യാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന കൃപ, ഒരു ഗിഫ്റ്റ്. ഏത് പാപ സാഹചര്യത്തോടെ നമ്മൾ പാപം ചെയ്യാതിരുന്നാൽ ദൈവം അതിലൊരു ഗിഫ്റ്റ് നമുക്ക് തരും, ഒരു ശക്തി നമുക്ക് തരും, ഒരു ദാനം നമുക്ക് തരും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവം നമുക്ക് തരും. എന്താണ് ആ സ്വഭാവം? സാഹചര്യത്തിൽ പാപം ചെയ്യാത്തവൻ, അവന് ദൈവം സാഹചര്യങ്ങളെ മറികടക്കാനുള്ള ഒരു ഗിഫ്റ്റ്. ജോസഫ് ജീവിച്ചത് ആരുടെ കൂടെയാണ്? അസൂയക്കാരായ സഹോദരങ്ങളിടയെ. ജോസഫ് ജീവിച്ചതാരാ? മിദിയാൻകാരുടെ കൂടെ. ഇസ്രായേൽക്കാരല്ല, നിയമം പാലിക്കുന്നവരല്ല. ഇസ്രായേലും ഈ ഫിലിസ്തീർ, കനാന്യർ, ജബൂസിർ, ഹെർഗ്യാർ, ഈ പറയുന്ന പാർട്ടികൾ എന്നൊക്കെ പറയുന്നത് കർത്താവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്, വിഗ്രഹാരാധനയായിട്ട് നടക്കുന്നവരാണ്. അവരുടെ ഇടയിലാണ് ജോസഫ് ജീവിച്ചത്. സാഹചര്യത്തെ നോക്കിക്കൊണ്ട് നീ പാപം ചെയ്യണ്ട. സിറ്റുവേഷൻസ് അനുകൂലമാണോ അല്ലയോ നോക്കിക്കൊണ്ട് നിൻ്റെ ഹൃദയം നീ രൂപാന്തരപ്പെടുത്തണ്ട. ഇനി സിറ്റുവേഷൻ അനുകൂലമായാൽ പാപം ചെയ്യാതിരിക്കുമോ? ശക്തരിൽ ശക്തനാണ് ഏലീശാ പ്രവാചകനും ഏലിയാ പ്രവാചകനും. ഏലീശാ പ്രവാചകൻ്റെ ഒരു ശിഷ്യനുണ്ട്, പേര് ഗേഹസി. ഗേഹസി വിശ്വസ്തനാണ്. ഒരിക്കൽ എലീശാ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഒരു സ്ത്രീ ഓടി വരുന്നുണ്ട്. ഈ ഓടി വരുന്ന സമയത്ത് പ്രവാചകനും ശിഷ്യനും കൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ അതാ ശൂനേംകാരിയാണെന്ന് ഗേഹസി പറയുകയാണ്. ശിഷ്യൻ പറഞ്ഞു കൊടുക്കുക. അപ്പം ഗേഹസിയോട് പ്രവാചകൻ പറയുകയാണ്, കാര്യം അവൾ വരുന്നുണ്ടെങ്കിലും എനിക്ക് എന്താണ് അവളുടെ വേദന എന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അവൾ ദുഃഖിച്ചിരിക്കുകയാണ്. വന്നു കഴിഞ്ഞപ്പോൾ കാര്യം പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചുപോയി. അപ്പോൾ ഉടൻ തന്നെ എലീശാ പ്രവാചകൻ വാക്ക് പറയുകയാണ്, ഗേഹസി എൻ്റെ വടിയുമെടുത്ത് നീ പോകുക. മോശക്കാരനാണോ ഗേഹസി? എലീശാ പ്രവാചകൻ പോകേണ്ടടുത്ത് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അംബാസഡറായിട്ടാണ് ഗേഹസിയെ എലീശ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പ്രവാചകൻ, അത്ഭുതം പ്രവർത്തിക്കുന്നവൻ, ഇസ്രായേലിനെ ആരാധിക്കുന്നവൻ്റെ കൂടെ നടക്കുന്നവൻ. മോശക്കാരനല്ല ഗേഹസി. ആ ഗേഹസി എലീശാ പ്രവാചകൻ്റെ ഭവനത്തിലെ അപ്പവും ഭക്ഷിച്ച് അവൻ്റെ കൂടെ ശുശ്രൂഷയും ചെയ്തിട്ട് അവൻ്റെ കൂടെ നടന്നിട്ട് ഈ നാമാൻ കുഷ്ഠം മാറി പോകുന്ന പോക്കിന് രഹസ്യമായി പോയിട്ട് പറഞ്ഞു, ഇച്ചിരി വെള്ളിയും വേണം, ഇച്ചിരി വസ്ത്രവും വേണം, ഇച്ചിരി താലന്തും വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ പറ, ജോസഫ് എവിടെയാണ് കിടന്നേ? അസൂയക്കാരൻ്റെ കൂടെ, പരിച്ഛേദരുടെ കൂടെ, വ്യഭിചാരിയുടെ കൂടെ, തടവറക്കാരുടെ കൂടെ. ഗേഹസി എവിടെയാണ് കിടക്കുന്നത്? ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നവൻ, പിന്നെ മരിച്ചവനെ ഉയർപ്പിക്കുന്നവൻ, ജന്മം കൊടുക്കാൻ കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുണ്ടായി, ജീവനുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ജീവനുണ്ടായി, അത്ഭുതവും അടയാളവും പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ഗേഹസി കിടക്കുന്നു. പാപം ചെയ്തത് ആരാ? അപ്പം നമ്മൾ പാപം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇനി വീട്ടുകാർക്കാണോ നാട്ടുകാർക്കാണോ അതോ സ്വന്തമാണോ? 2 ധ്യാനവും കൂടി 3 ധ്യാനവും കൂടി. ഇപ്പോൾ സഭയുടെ കുഴപ്പം കൊണ്ടാണ് അപ്പോൾ നമ്മൾ തെറ്റിപ്പോയത്. അപ്പൻ്റെ അമ്മയുടെയും കുഴപ്പം കൊണ്ടാണ് തെറ്റിപ്പോയത്. വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടാണ് തെറ്റിപ്പോയത്. കുഴപ്പം ആരുടെ സഹോദരങ്ങളെ?
ഞാൻ വിശുദ്ധനാകാത്തതിൻ്റെ കാരണം ഇപ്പോൾ ആരുടെ തലയിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്? ഭാര്യ, മക്കള്, സാഹചര്യം. പ്രാർത്ഥിക്കാൻ അച്ഛന്മാർ ഇപ്പോൾ ചിലർ പറയുമല്ലോ, ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെയാണോ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട സാഹചര്യമില്ല. ഒരു പാർട്ടി എന്നോട് പറഞ്ഞു, ഞാൻ ദുബായിലാണ്, കുർബാനയ്ക്ക് പോകാൻ സാഹചര്യമില്ല, കുമ്പസാരിക്കാൻ സാഹചര്യമില്ല. സാഹചര്യം നോക്കിയിട്ടല്ല നമ്മളൊന്നും വിശുദ്ധരാകുന്നത്, ഹൃദയത്തിലാണ് അതിൻ്റെ പരിശുദ്ധിയിരിക്കുന്നത്. ഇതാണ് ബൈബിളിൻ്റെ ചരിത്രത്തിൽ. ഇനി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയല്ലേ ശൗൽ എന്ന് പറയുന്ന വ്യക്തി. 1 സാമുവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ വളരെ മനോഹരമായി ദൈവം വളരെ വേദനയോട് പറയുന്നൊരു വാക്കുണ്ട്. 15-ാം അധ്യായം 10-ാമത്തെ വചനം വായിച്ചേ. കർത്താവ് സാമുവേലിനോട് അരുളി ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അവൻ എന്നിൽ നിന്ന് അകലുകയും ശൗലിനെ ഞാൻ രാജാവാക്കിയതിൽ ഖേദിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ ദൈവം ഒരു വിളി നൽകിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ്. എന്താ തെരഞ്ഞെടുപ്പ്? ദൈവസ്വരം നീ കേട്ട് ദൈവസ്വരത്തോട് പ്രതികരിച്ച് നീ ഒരു വിശുദ്ധനായി ജീവിച്ചുകൊണ്ട് നിൻ്റെ തലമുറയെ, നിൻ്റെ കുടുംബത്തെ സ്വർഗത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള ശൗലിനെ പോലെ തന്നെ അഭിഷേകം കിട്ടിയ ഒരു വ്യക്തിയാണ് നീ. ഞാനും ശൗലും ആരാണെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. സെയിം ഉത്തരവാദിത്വം. പ്രവചനവും രാജ്യത്വവും നിൻ്റെ കയ്യിൽ ഒരുപോലെ തന്നിട്ടുണ്ട്. ഈ കസേരയിലിരിക്കുന്ന ഓരോ വ്യക്തിയും ശൗലിനെ പോലെ വിളിക്കപ്പെട്ടവനാണ്. നീ നിൻ്റെ ജനത്തെ മോചിപ്പിക്കാൻ തക്കവണ്ണം നിന്നെ ഞാൻ അഭിഷേകമുള്ളവനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ശൗൽ എന്താ കാണിച്ചത്? അവൻ്റെ ഹൃദയം വിഭജിക്കപ്പെട്ട ഹൃദയമായിരുന്നു. അവൻ ശമൂവേലിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പ്രവചനത്തിൻ്റെ ആത്മാവും അഭിഷേകവും നിറയും. അതേസമയം മന്ത്രവാദിയുടെ അടുത്തും പോയവനാണ്. ശമൂവേലിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആ ആത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തവൻ തന്നെ രഹസ്യമായിട്ട് ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടക്കുന്നു. ആത്മാവ് മാറ്റപ്പെട്ടു പോയി, വ്യത്യാസപ്പെട്ടു പോയി. കാര്യമെന്താണ്? അവൻ്റെ ഹൃദയം ഒരിക്കലും ദൈവത്തോട് അവൻ യോജിപ്പിച്ചില്ല. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവൻ നടന്നത്. തോന്നിയ ഇഷ്ടത്തിന് നടത്തിയ തോന്നിവാസമായി ശൗല് മാറിയപ്പോൾ അവനിൽ നിന്ന് രാജ്യത്വം നഷ്ടപ്പെടുത്ത് അത് ദാവീദിന് കൊടുത്തു. ഒരു വ്യക്തിയുടെ പാപത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ തിരുത്തലിനെക്കുറിച്ചുള്ള അവൻ്റെ മനോഭാവമാണ് അവൻ്റെ ഹൃദയം ദൈവത്തിലാണോ മനുഷ്യനിലാണോ സ്വയത്തിലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുക. ശൗലിനോട് ശമൂവേൽ ചോദിച്ചു, നീ എന്നെ കാണിച്ചേ? 15-ാമത്തെയും 22-ാമത്തെ വചനം വായിച്ചു നോക്കിയേ. തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹന ബലികളിലും മറ്റു ബലികളിലും അർപ്പിക്കുന്നതോ കർത്താവിന് ദൈവം എപ്പോഴും നോക്കുന്നത് നിന്റെ ഹൃദയം മാത്രം. നീ പുറമെ കാണിക്കുന്നല്ല. 36 ധ്യാനം കൂടിയോ, എല്ലാ ആഴ്ചയിലും കുരിശും തൊട്ടിക്കൊണ്ട് തിരികെത്തിക്കുന്നുണ്ടോ, നീ പള്ളിയിൽ ഞായറാഴ്ച പോയി എല്ലാ പരിപാടിയും ചെയ്യും, ഇതൊന്നും അതല്ല കർത്താവ് നോക്കുന്നത്. നിൻ്റെ ഹൃദയം, അതിൻ്റെ ഓരോ ചിന്തയും, അതിൻ്റെ ഓരോ ഭാവങ്ങളും, അതിൻ്റെ നീ എന്തിനു വേണ്ടി ഈ കാര്യം ചെയ്തു, നീ എന്തിനു വേണ്ടി. ചിലരുണ്ട് ഭക്തിയിൽ പോലും അതിബുദ്ധി കാണിക്കുന്നവരുണ്ട്. ഭക്തിയിൽ പോലും അതിബുദ്ധി കാണിക്കുന്നവർ. ഒരു പ്രദേശത്തെ കുറച്ച് പിള്ളേർ പള്ളിയിൽ അച്ഛനോട് പോയിട്ട് പറഞ്ഞു, സൺഡേ സ്കൂൾ അധ്യാപകരായി ഞങ്ങളെ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. വികാരിച്ചും വിചാരിച്ചു, ദൈവമേ, ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായി പിള്ളേർ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ചെയ്തു കൊടുക്കാതിരിക്കുന്ന മോശമല്ലേ. അവരെന്തിനാ സൺഡേ സ്കൂളിൽ വന്നതെന്നറിയാമോ? 30 വർഷം വരെ ആ നാട്ടിൽ ജീവിച്ചിട്ട് പെണ്ണ് കിട്ടാതെ വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു അവർക്ക് ഭക്തിയില്ല, ദൈവമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഏതോ ഒരുത്തം പറഞ്ഞു കൊടുത്തു, എടാ സൺഡേ സ്കൂൾ അധ്യാപകനായി നീക്കുകയാണെങ്കിൽ പെണ്ണ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം സൺഡേ സ്കൂൾ അധ്യാപകരെല്ലാം വിശുദ്ധന്മാരാണെന്ന് വിചാരിച്ചുകൊണ്ട് കെട്ടിച്ചോടും. നമ്മുടെയൊക്കെ ആധ്യാത്മികതയൊക്കെ ഇന്ന് കാപട്യം നിറഞ്ഞ് എവിടെയൊക്കെ ചതിക്കാവോ, എവിടെയൊക്കെ വഞ്ചിക്കാവോ, എവിടെയൊക്കെ എന്തെല്ലാം ഒപ്പിക്കാമോ അതെല്ലാം ചെയ്തിട്ട് പൗരോഹിത്യത്തെയും സഭയെയും ദൈവത്തെയും അപമാനിക്കുന്ന പണി കാണിക്കാൻ കാരണം ഈ ഹൃദയത്തിൻ്റെ ഭാവം അത് വിശുദ്ധമല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം ഇതാണ്, സാഹചര്യത്തെ നോക്കിക്കൊണ്ട് നമ്മളാരും വിശുദ്ധരാകുന്നില്ല. വിളിയുടെ അടിസ്ഥാനത്തിൽ ആരും വിശുദ്ധരാകുന്നില്ല. സാഹചര്യം മാത്രമല്ല, വിളി. തന്നോട് കൂടെ ഇരിക്കുവാൻ, പിന്നെ തൻ്റെ കൂടെ പ്രസംഗിക്കുവാൻ അഭിഷേകം കിട്ടിയവരായിരുന്നു അപ്പോസ്തലന്മാർ. മർക്കോസ് 3:13.
ഈ വിളി കിട്ടിയ അപ്പോസ്തലനായ യൂദാസ് അവൻ എന്താ ചെയ്തത്? അവനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞ് എന്ത് മനോഹരമെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം. യോഹന്നാൻ 12:4 വായിക്കാം. അവൻ്റെ ശിഷ്യന്മാരിലൊരുവനും അവനെ ഒറ്റുകൊടുക്കാനിരിക്കുന്നവനുമായ യൂദാസ് കറിയാത്തോ പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? സ്നേഹമുള്ളവരെ, പുറമെ നോക്കിക്കഴിഞ്ഞ് ഇത്രയും ചാരിറ്റി നടത്തുന്ന യൂദാസിനെ പോലെ വേറെ ആരുണ്ട്? നമ്മുടെയൊക്കെ പാപം മറയ്ക്കാൻ വേണ്ടി നമ്മളൊക്കെ പലപ്പോഴും പല ചാരിറ്റിയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്നലെ തിരുമേനി പറഞ്ഞൊരു വളരെ മനോഹരമായൊരു ഭാഷ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാ മെത്രാന്മാർക്കും കൈമുത്ത്, വീടാണെങ്കിൽ പള്ളി പോലെ പണിതിരിക്കുന്നു, മക്കളൊക്കെ വിദേശത്ത്, പക്ഷേ അന്യൻ്റെ മുതൽ സൂക്ഷിച്ച് വെച്ച് സ്വന്തം മക്കളെ വിദേശത്തും വിട്ട് അതിൻ്റെ ഉടമസ്ഥനെ കന്നുകാലി നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നവൻ്റെ ഈ മനോഭാവം, ഇതാണ് ആ യൂദാസിൻ്റെ മനോഭാവം. എന്താ യൂദാസിൻ്റെ പ്രത്യേകത? തനിക്ക് എന്ത് ലാഭം ഉണ്ടാക്കാം, അത് ഭക്തിയാണെങ്കിലും കൊള്ളാം, ആത്മീയതയാണെങ്കിലും കൊള്ളാം. ഇനി ആത്മീയതയിലും ഭക്തിയിലും നമുക്ക് കാര്യം നടക്കുന്നില്ലെങ്കിൽ ചില വാക്ക് നമ്മൾ പറയില്ലേ, ധ്യാനം കൂടി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നില്ല, എൻ്റെ സ്വഭാവം മാറ്റിക്കൊള്ളാം. ഇതിന് പറയുന്ന പേരാണ് യൂദാസിൻ്റെ ആത്മാവ്. ഞാനിപ്പോൾ ധ്യാനത്തിന് പോയില്ലായിരുന്നെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് യൂദാസിൻ്റെ ആത്മാവ്. മാറിയിട്ടൊന്നുമില്ല. മാറിയവൻ്റെ പ്രത്യേക ക്രിസ്തുവാണ്. ക്രിസ്തു എന്താ കാണിച്ചത്? ഒറ്റിക്കൊടുക്കാൻ വേണ്ടി വന്നവൻ മുമ്പിൽ നിൽക്കുന്നു, കൊല്ലാൻ വേണ്ടി നിൽക്കുന്നവരെല്ലാം ചുറ്റിലും നിൽക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നസ്രായനായ യേശുവിന് വേണം. നമ്മളാണ് എന്ത് പറഞ്ഞേനെ? മനസ്സിലായില്ല. ഒരു ഉദ്യോഗസ്ഥൻ ബാങ്കിൽ നിന്ന് ജപ്തിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളോട് ചോദിച്ചു, ചേട്ടാ പൗലോസിനെ അറിയുമോ? അപ്പം നിങ്ങൾ പറഞ്ഞു, ഏത് പൗലോസാ? ഇന്ന വീട്ടിലെ ഇന്ന പൗലോസ്. ആ പൗലോസ് ആരാ? നിങ്ങൾ തന്നെയാണ്. ആ നിങ്ങളോടാണ് ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചത് ആരാന്ന്. അപ്പം നിങ്ങൾ ബുദ്ധിമാനായതുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? അതേ, ഒരു ലോൺ എടുത്തിട്ടുണ്ട്, പൈസ കുറച്ച് അടയ്ക്കാൻ കിടപ്പുണ്ട്, RR വന്നിട്ടുണ്ട്, ജപ്തിക്കുള്ള സാധ്യതയുണ്ട്, കോടതി അത് വാറണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. ചേട്ടൻ ഈ പൗലോസിനെ അറിയാവോ? എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു പൗലോസ് ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ പൗലോസ് ഒരു പോക്ക് പോയാൽ പിന്നെ ഈ പൗലോസിനെ എവിടെ കാണാൻ പറ്റും? ഇതാ നമ്മുടെയൊക്കെ സ്വഭാവം. പിടിക്കപ്പെടുമെന്നും ഒറ്റുകൊടുക്കപ്പെടുമെന്നും നഷ്ടപ്പെടാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടും യേശുക്രിസ്തുവിന് ഒറ്റ ഹൃദയം ഉണ്ടായിരുന്നുള്ളൂ. ആ കർത്താവ് ആ ഹൃദയം കാണിച്ചു കൊടുത്തു. നിങ്ങളാരെ അന്വേഷിക്കുന്നു? നസ്രായനായ യേശുവിനെ. ഞാൻ തന്നെയാണ് കേട്ടോ അത്. സത്യത്തിൽ പാപം ചെയ്തിട്ട് ആ പാപത്തിൻ്റെ ഉത്തരവാദിത്വം പോലും, അതിൻ്റെ സുഖം അനുഭവിച്ചു, അതിൻ്റെ ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാൻ പറ്റാഞ്ഞിട്ട് ഞാനൊക്കെ ഇങ്ങനെ പാപിയാവാൻ കാരണം മറ്റുള്ളവനാണെന്ന് പറഞ്ഞു നടക്കുന്ന സ്വഭാവമാണ് നമ്മുടെയൊക്കെ അടിസ്ഥാന സ്വഭാവം. ഞാൻ പഴിച്ചു പോകാൻ കാര്യം എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ചുറ്റുപാടുകൾ. അത് ഞാനാണെന്ന് പറയാനുള്ള ധൈര്യം അത് ഹൃദയമുള്ളവനെ പറ്റുള്ളൂ. കപടതയില്ലാത്ത ഹൃദയമുള്ളവന് മാത്രമേ പറ്റുള്ളൂ. അതാണ് യേശുവിൻ്റെ ഹൃദയം. യേശു എപ്പോഴും അത് വേറൊരുത്തനെന്ന് പറഞ്ഞിട്ടില്ല. കർത്താവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നല്ലോ. യൂദാസേ, എന്താണ് പ്രവചനപരമുള്ളവനാ കർത്താവ്. നിന്നെ ഞാൻ അത്തിമരത്തിന് ചുവട്ടിൽ വെച്ച് കണ്ടുടാ മോനെ എന്ന് നദാനിയോട് പറയാൻ പറ്റുമെങ്കിൽ യൂദാസിനോട് പറയാൻ പറഞ്ഞടാ, നീ ആ യൂതന്മാരുടെ കൂടെ 30 വെള്ളിക്കാശും വാങ്ങി ഗദ്രോൻ താഴ്വരയിലൂടെ നീ ഇപ്പോൾ കയറി വന്നേക്കുക അല്ലേടാ മോനെ, യൂദാസേ എന്ന് വേണമെങ്കിൽ വിളിക്കാമായിരുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത, അവൻ ഒറ്റുകൊടുക്കാൻ വേണ്ടി വന്നപ്പോഴും സ്നേഹത്തിൻ്റെ കുറവാണ് അവന് കിട്ടിയതെങ്കിൽ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട്, അതിൻ്റെ അർത്ഥം യേശു എപ്പോഴും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല. അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെന്തോ അത് തന്നെയാണ് കർത്താവ് പുറമേയും കാണിച്ചു വന്നത്. ഒറ്റുകൊടുക്കാനിരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ ധൈര്യവും സ്നേഹമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സ്നേഹിത എന്ന വാക്ക് അവൻ പ്രകടിപ്പിച്ചത്. എന്നാൽ പത്രോസ് ഒരിക്കൽ അവനോട് പറഞ്ഞു, നിനക്ക് കുരിശിൻ്റെ വഴി ഉണ്ടാകരുത്. കർത്താവ് ഉടൻ തന്നെ പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോകാൻ പറഞ്ഞു. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരുന്നതും പുറത്തുണ്ടായിരുന്നതും ഒന്ന് തന്നെയായിരുന്നു. നമ്മുടെയോ നമ്മൾ രണ്ട് സ്വഭാവം കാണിക്കുന്നത്. ഈ വിഭക്ത ഹൃദയം. ഇത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആ മനുഷ്യൻ വന്ന് ചോദിച്ചു, ഗുരു, കൽപ്പനകളിൽ പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഏത് വചനമെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 22:37 വചനം.
അപ്പോൾ കർത്താവ് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക. 1. 2, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ സ്നേഹത്തോടെ അയൽക്കാരൻ സ്നേഹിക്കുക. കൽപ്പനകൾ അവസാനിച്ചിരിക്കുന്നു. ആദാമിനെ നോക്കി കർത്താവ് പറഞ്ഞു, ഇവനെ സൃഷ്ടിച്ചു പോയതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. ശൗലിനെ നോക്കി കർത്താവ് പറഞ്ഞു, ഇവനെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. ശിഷ്യനായ യൂദാസിനെ നോക്കി കർത്താവ് പറഞ്ഞു, കഷ്ടം അവൻ ജനിക്കാതിരുന്നെങ്കിൽ. ഇപ്പോൾ ധ്യാനം കൂടിയിരിക്കുന്ന നമ്മളെ നോക്കിയിട്ട് പറയും, ഇവനെന്ന് ആദ്യത്തെ ധ്യാനം കൂടാതിരിക്കുകയായിരുന്നു നല്ലത്. ആ കാര്യം എന്താ? അത്യാവശ്യം വചനമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മുഴുവൻ കുഴപ്പം നമുക്ക് ആരുടെ തലയിലേക്കാണ് വെച്ചിരിക്കുന്നത്? ഒരിക്കലൊരു ചേട്ടത്തി ഇവിടെ ധ്യാനം കൂടിയിട്ട് വന്ന് പറഞ്ഞു, എൻ്റെ അച്ഛാ ബന്ധനം വിട്ടു പോകുന്നില്ല, എന്താ അതിനുള്ള കാരണം? ഞാൻ ചോദിച്ചു, ആരാ നിങ്ങൾക്ക് ബന്ധനം എന്ന് പറഞ്ഞേ? അവരിങ്ങോട്ട് കൽപ്പനകളെല്ലാം കൂടി പറയാൻ തുടങ്ങി. അന്യദൈവന്മാരെ ആരാധിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഇന്നോടത്ത് പോയിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ അങ്ങനെ പോയതുകൊണ്ടല്ല അച്ഛാ ഇങ്ങനെ വന്ന്, ഇങ്ങനെ പോയതുകൊണ്ടല്ല അച്ഛാ അങ്ങനെ വന്ന്. ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവർക്ക് നിയമം മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ കുഴപ്പമെന്നാ, ആ നിയമം തെറ്റിച്ചുകൊണ്ട് ദൈവം ഇവിടെ കോപിച്ചിരിക്കുന്നു, ഈ നിയമം തെറ്റിച്ചതുകൊണ്ട് അത് അവിടെ കോപിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കോപത്തിൻ്റെയും വഷളത്തരത്തിൻ്റെയും മുഴുവൻ ഉത്തരവാദിത്വം ദൈവമായിട്ട് ഇരിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. സ്നേഹമുള്ളവർ, നമ്മൾ ഓർക്കണം, തെറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി കർത്താവ് ഏറ്റെടുക്കണമെങ്കിൽ എൻ്റെ ജീവനും ജീവിതവും കർത്താവിൻ്റെ കൊടുക്കണം. ഫുൾ ഉത്തരവാദിത്വം കൊടുത്തേക്കണം. ഇത് പകുതിക്കൊന്നും കർത്താവ് കയറി പിടിക്കുന്നില്ല. നമ്മുടെയൊക്കെ പലപ്പോഴും കുമ്പസാരം എന്ന് പറയുന്നത് മനസമാധാനം കിട്ടുന്ന കുമ്പസാരമാണ്. കൃപയുടെയും രക്ഷയുടെയും കുമ്പസാരം അല്ല നമ്മുടെ കുമ്പസാരം. കുമ്പസാരം തന്നെ അതിൻ്റെ ഗ്രേഡ് 2-3 തരത്തിലുണ്ട്. ചില കുമ്പസാരം മനസമാധാന കുമ്പസാരമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഒരാരോടും പറഞ്ഞിട്ടില്ല ഈ പാപം, അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആശ്വാസം കൊണ്ടൊന്നും കുമ്പസാരത്തിൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. കുമ്പസാരം എന്ന് പറയുന്ന ആശ്വാസത്തിന് വേണ്ടിയല്ല, ഇത് കൗൺസിലിംഗ് അല്ല കുമ്പസാരം. കുമ്പസാരത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ വാക്ക് ദാവീദിൻ്റെ ജീവിതമാണ്. പാപമെല്ലാം അവൻ ചെയ്തതാണ്, പക്ഷേ പാപം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവനൊരു നിലപാടെടുത്തു. രാജാക്കന്മാരുടെ പുസ്തകം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: ദാവീദിന് പ്രായമായി, ശരീരത്തിന് ഭയങ്കര കുളിര്. അവൻ്റെ ശരീരത്തിൻ്റെ കുളിര് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ നാട്ടിൽ സുന്ദരിയായ ഒരുവളെ തേടുവാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചു. രാജാവിന് അർഹതപ്പെട്ടതാണ്. രാജാവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അവനെ ശുശ്രൂഷിക്കാൻ ഒരു സ്ത്രീയെ, സുന്ദരിയായ ഒരു വ്യക്തിയെ സമൂഹം, ഭാര്യ, അവൻ്റെ പ്രവാചകന്മാരെല്ലാവരും കൂടി ആലോചിച്ച് ഒരുത്തി അപ്പോയിൻമെൻറ്റ് ചെയ്തു കൊടുത്തു. പറയുന്ന വചനം ഇതാണ്: അവൻ അവളെ അറിഞ്ഞില്ല. സാഹചര്യമല്ല പാപം ചെയ്യുന്നത്. അവനൊരു തീരുമാനമെടുത്തിരുന്നു. നേരത്തെ ഇതല്ലായിരുന്നു പരിപാടി. യുദ്ധത്തിന് പടയാളികൾ പോയി കിടക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഉച്ചയുറക്കവും കഴിഞ്ഞ് പെണ്ണുമ്പളെ കുളിക്കുന്നത് നോക്കി അവളെ വരുത്തി അവളുമായി പാപം ചെയ്ത് സകല തിന്മകളും ചെയ്തു കൂട്ടി ഊറിയാവിനെ കൊലയ്ക്ക് കൊടുത്തവനാണ് ദാവീദ്. പക്ഷെ അവൻ പറഞ്ഞു, കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി. ഊറിയാവിൻ്റെ ഭാര്യയല്ല പാപം ചെയ്തു, ഞാൻ പാപം ചെയ്തു പോയി. നാഥാനും പകരം പ്രഖ്യാപനം നടത്തി, ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. സങ്കീർത്തനങ്ങൾ അവൻ എഴുതി, നിൻ്റെ ആത്മാവിന് മാത്രം എന്നിൽ നിന്ന് എടുക്കരുതേ. ആ പശ്ചാത്തലത്തിൽ ആ ആത്മാവിൽ നിലനിന്നുകൊണ്ട് അവനെന്ത് ചെയ്തു? ഒരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവം തകർന്ന ഹൃദയം ഉപേക്ഷിക്കുന്നില്ല. ആ തകർന്ന ഹൃദയമായി ജീവിച്ച ദാവീദിന് പാപമല്ല, ഇനി അവൻ അനുവദിച്ചു കൊടുത്തു. നീ ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ചോ, അതും സുന്ദരിയായ ഒരു തീയുടെ കൂടെ. നല്ല വ്യാഖ്യാനം അവിടെ കൊടുത്തിരിക്കുന്നത്. ദാവീദ് Money